വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 3 മുന്നണികൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത്. ശക്തമായ പോരാട്ടം തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം, ഒരു മത്സരം തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു നല്ല പിന്തുണ ഇവിടുത്തെ ജനങ്ങൾ നൽകുന്നുണ്ടെന്നുള്ളതാണ്. അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും രാജീവ് ചന്ദ്രശേഖർജിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു പ്രദേശമായിരുന്നു വട്ടിയൂർക്കാവ്. അതുപോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലത്തിലും വളരെയധികം ആളുകൾക്ക് കൗൺസിലർമാർ ജയിച്ചു വന്ന ഒരു സ്ഥലമാണ്. ഇത് കൂടാതെ തന്നെ എൻ്റെ വിജയം ഇവിടെ ശാസ്തമംഗലം വാർഡ് കൗൺസിലറായിട്ട് വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ ജയിച്ചു വന്നതും ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഇവിടെ ചെയ്യുന്ന സേവനങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാം, അവരത് കാണുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭ എത്ര നല്ല രീതിയിലാണ് നഗരസഭ ഭരണം നടത്തുന്നതെന്നുള്ളതും ആളുകൾ കാണുന്നതാണ്. വട്ടിയൂർക്കാവിലെ നിലവിലെ MLA പറയുന്നത് ഇക്കാലയളവിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഏകദേശം 1000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. അത് മുൻനിർത്തിയുള്ള ഒരു പ്രചരണമാണ് നടത്തുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വികസനം ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതെ, ഒരു തുക പറഞ്ഞതുകൊണ്ട് വികസനമാകുന്നില്ലല്ലോ. അത് 1000 കോടിയോ 1500 കോടിയോ എന്ന് പറയുന്ന തുക മാത്രമല്ല വികസനം, അത് കാണണം. ജനങ്ങൾക്കത് പ്രകടമായിട്ട് അത് കാണാനും ഉപയോഗിക്കാനും അറിയണം. അങ്ങനെയുള്ളൊരു അവസരം വട്ടിയൂർക്കാവിലുള്ളതായിട്ട് ആരും പറയുന്നില്ല. UDF പറയുന്നത് മണ്ഡലത്തിൽ പോരാട്ടം എന്ന് പറയുന്ന UDFും LDFും തമ്മിലാണ്, NDA ആ ഒരു ചിത്രത്തിലേ ഇല്ല എന്നാണ് UDF പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇടുന്നത്. അതായത് NDAയെ ഒഴിവാക്കാൻ വേണ്ടി UDFും LDFും കൂടി ഒരുമിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണം ഞാൻ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കും. അതായത് NDAയെ ഇവിടുന്ന് BJP ഉണ്ടാവാതിരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ശ്രീ K. മുരളീധരൻ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് NDA ഉണ്ടല്ലോ, ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ഉണ്ട്, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താമര ഞാൻ പറയുന്നത്, നിങ്ങൾ മാറി മാറി UDFനും LDFനും ചാൻസ് കൊടുത്തവരാണ്, 2 വട്ടം MLA ആയിട്ടിരുന്നവരാണ് അവർ. ഇനി നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കൂ, എനിക്കൊരവസരം തരൂ, എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി എനിക്കൊരവസരം തരൂ, ഇനി ഞാൻ നിങ്ങളുടെ MLA ആയിക്കോട്ടെ. അതായത് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇക്കാലയളവിൽ, അതായത് 2 മാസ കാലയളവിൽ വാർഡിൽ ചെയ്ത വികസനങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പ്രചരണത്തിലേക്കാണ് ശ്രീലേഖ കടന്നിരിക്കുന്നത്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.